യൂണിവേഴ്സിറ്റി കോളേജിലെ ഭിന്നശേഷിക്കാരന് മർദ്ദനമേറ്റതിൽ പരാതി പിൻവലിച്ചില്ലെങ്കിൽ കള്ളക്കേസിൽ കൊടുക്കുമെന്നാണ് പുതിയ ഭീഷണി. സുഹൃത്തിനെ വിളിച്ച് SFI യൂണിറ്റ് സെക്രട്ടറി വിധു ഉദയ് ഭീഷണിപ്പെടുത്തിയതായി അനസ് പറയുന്നു. പരാതി നൽകിയതിന് പിന്നാലെ കോളേജിൽ കയറിയാൽ തല്ലുമെന്നാണ് ഭീഷണി. CPIM ജില്ലാ നേതൃത്വത്തോടും അനസ് പരാതി പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് SFI യൂണിറ്റ് ഭാരവാഹികളായ 4 പേർ മർദ്ദിച്ചെന്ന് അനസ് പരാതി നൽകിയത്. സുനിഷ അയലൂർ നൽകും വിവരങ്ങൾ. സുനിഷ അയലൂർ, ഭിന്നശേഷി ദിനത്തിൽ ആ ദിവസമെങ്കിലും നമ്മൾ അവർക്കൊപ്പം നിൽക്കണം, അവരെ ചേർത്ത് പിടിക്കണം എന്നിങ്ങനെ തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ദിവസമാണ്. ആ ദിവസം നമ്മുടെ മുന്നിലേക്ക് എത്തിയതാണ് ഈ ഒരു മർദ്ദന വിവരം. ഇന്നിപ്പോൾ ഭീഷണി അതിന് പിന്നാലെ വരികയാണല്ലോ സുനിഷ, എന്താണ് സംഭവിക്കുന്നത്? സുജയ, അത് തന്നെയാണ്. ഭിന്നശേഷി ദിനത്തിലായിരുന്നു നമ്മൾ ഇത്തരമൊരു സംഭവം റിപ്പോർട്ട് ചെയ്യുന്നത്. പ്രധാനമായും ഈ പറഞ്ഞതുപോലെ അതിൻ്റെ തലേ ദിവസം ഈ യൂണിറ്റ് ഭാരവാഹികളായ 4 പേർ യൂണിയൻ മുറിയിൽ കൊണ്ടുപോയി മർദ്ദിച്ചു, ഒപ്പം തന്നെ വൈകല്യത്തെ കളിയാക്കി പറഞ്ഞു, മാനസികമായി ബുദ്ധിമുട്ടുണ്ടാക്കി തുടങ്ങിയ പരാതികളാണ് അനസ് പോലീസിന് കംപ്ലൈൻ്റായി നൽകിയിരുന്നത്. കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയും ഈ 4 പേർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ ചേർത്ത FIR രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിരുന്നു. പ്രധാനപ്പെട്ട പ്രശ്നം തുടക്കത്തിൽ തന്നെ ഈ മർദ്ദിക്കുന്ന സംഭവങ്ങൾ അത് പുറത്തറിഞ്ഞാൽ അടികൊള്ളുമെന്നതടക്കമുള്ള കാര്യങ്ങൾ അവർ അവിടെ വെച്ച് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നതാണ്. അതിന് പിന്നാലെയാണ് നിലവിൽ അനസ് പറയുന്ന കാര്യം. അതായത് അനസിന്റെ സുഹൃത്തിനോട് ഈ യൂണിറ്റ് സെക്രട്ടറി പറഞ്ഞൊരു കാര്യമാണ്, ഇങ്ങനെ പരാതി പിൻവലിച്ചില്ല എങ്കിൽ, ഇപ്പോൾ പോലീസിന് പരാതി നൽകിയിട്ടുണ്ട്, ഒപ്പം തന്നെ ഭിന്നശേഷി കമ്മീഷന് പരാതി നൽകിയിട്ടുണ്ട്, പ്രിൻസിപ്പളിന് പരാതി നൽകിയിട്ടുണ്ട്. ഇത്തരത്തിൽ പരാതി പിൻവലിച്ചില്ല എങ്കിൽ കള്ളക്കേസിൽ കൊടുക്കുമെന്നൊരു പുതിയ ഭീഷണി കൂടി ഒരു സുഹൃത്തിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് എന്നതാണ്. ആ സുഹൃത്ത് അനസിനോട് പറഞ്ഞ കാര്യമാണിത്. ഇങ്ങനെ കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒപ്പം തന്നെ കോളേജിലേക്ക് കയറാൻ സമ്മതിക്കില്ല എന്നതടക്കമുള്ള പ്രശ്നങ്ങളും തുടക്കത്തിൽ തന്നെ അനസ് പറഞ്ഞൊരു കാര്യവും ഇതായിരുന്നു. ഏതെങ്കിലും തരത്തിൽ ഈ വിഷയം പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ പരാതി പുറത്തേക്ക് വരികയാണെങ്കിൽ, ഇവർക്കെതിരെ പറയുകയാണെങ്കിൽ കോളേജിലേക്ക് വരുമ്പോൾ ഇവർ ആക്രമിക്കുമോ, ഉപദ്രവിക്കുമോ, മർദ്ദിക്കുമോ എന്നതടക്കമുള്ള പേടി ഇവർക്കുണ്ട് എന്നതാണ് അനസിനും അനസിന്റെ മറ്റൊരു സുഹൃത്തിനും കഴിഞ്ഞ ദിവസം അടി കിട്ടിയിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് ഏതായാലും ഈ പുതിയ ഇത്തരത്തിലുള്ള കള്ളക്കേസിൽ കൊടുക്കുമെന്നതടക്കമുള്ള ഭീഷണികളും ഒരു ഭാഗത്ത് ഉണ്ടാകുന്നുണ്ട് എന്ന് കേൾക്കുന്നത്. അനസ് പറയുന്നൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഇവന്റെ കഴിവിനെ, അതായത് ഈ ഭിന്നശേഷിയെ അല്ലെങ്കിൽ വൈകല്യത്തെ ഈ പറഞ്ഞുകൊണ്ട് കളിയാക്കിയ ഒരു സംഭവം, മൊണ്ടി എന്ന് വിളിച്ചുകൊണ്ട് എന്തിനാണ് ഇവിടെ കോളേജിലേക്ക് വരുന്നത് എന്നതടക്കമുള്ള, നീ എന്തിനാണ് പഠിക്കാൻ വരുന്നത് എന്നടക്കമുള്ള കാര്യങ്ങൾ വിളിച്ചുകൊണ്ടാണ് ഇവനെ കളിയാക്കിയത് എന്നതാണ്, മാനസികമായി ബുദ്ധിമുട്ടിലാക്കിയത് എന്നതാണ്. ഒപ്പം തന്നെ സ്വാധീനശേഷിയില്ലാത്ത കാലിൽ ഷൂ കൊണ്ട് ചവിട്ടി ജരിച്ചു എന്നും വടികൊണ്ട് തല്ലി എന്നും അടക്കമുള്ള പരാതികൾ ഉയരുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും പ്രതിപക്ഷം അടക്കം ഈ വിഷയത്തിൽ ശക്തമായൊരു പ്രതിഷേധം, നേരത്തെ VD സതീശൻ അടക്കമുള്ളവർ ഈ വിഷയത്തിൽ പ്രതിഷേധിച്ചിരുന്നു. കാരണം ഇത്തരത്തിൽ യൂണിവേഴ്സിറ്റി കോളേജിൽ ഒരുപക്ഷെ നേരത്തെയൊക്കെ തന്നെയും ഇടിമുറികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ SFIയുടെ ഇത്തരത്തിലുള്ള പ്രതിഷേധം, ആക്രമണങ്ങൾ, മർദ്ദനം ഒക്കെ തന്നെയും വാർത്തയായതായിരുന്നു. പക്ഷേ അതിന് പിന്നാലെ കുറച്ചു കാലത്തിന് ശേഷം ഇതാ വീണ്ടും ഇത്തരത്തിൽ ഒരു മുറിയിലേക്ക് കൊണ്ടുപോകുന്നു, യൂണിയൻ മുറിയിലേക്ക് കൊണ്ടുപോകുന്നു, ആക്രമിക്കുന്നു, മർദ്ദിക്കുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ കൂടി പുറത്തു വരുന്നു എന്നതാണ്. ഏതായാലും നിലവിൽ ഈ അനസ് പറയുന്നത് പ്രകാരം ഇപ്പോൾ ഈ പരാതി പിൻവലിച്ചില്ലെങ്കിൽ പുതിയ ഭീഷണികൾ, കോളേജിൽ കയറുന്നതിൽ അടക്കം പേടിയുണ്ട് എന്നുള്ളതാണ്. ഇനി